കഴിഞ്ഞോ? ഇല്ല, ഇനിയാണ് യഥാർത്ഥ ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഇതാണ് മരുമകനെ വാഴിക്കൽ. ചെക്കന്റെ അമ്മ ചെക്കന്റെ കൈ പിടിച്ച് പെണ്ണിന്റെ കയ്യിൽ വെച്ച് പെണ്ണിന്റെ അച്ഛന് കൊടുക്കണം. ആണോ? ആ, വെരി ഗുഡ്. ഇനി മോൻ എണീറ്റ് എണീക്കട കണ്ണ. ബേട്ടി ഇവിടെ മോളെ. മൈസൺ, ഇതൊരു വാക്കാണ്. എന്തു വാക്ക്? നിന്റെ ജീവിതകാലം മുഴുവൻ ഈ വീടിന്റെ മരുമകനായി ഇരുന്നു കൊള്ളാമെന്ന് ഈ കുടുംബത്തിൽ നൽകുന്ന വാക്ക്. എല്ലാം ഈ ബേക്കറിക്കാരുടെ പ്ലാനാ. അതിനവൾ അമ്മയെ കൂട്ടുപിടിച്ചു. ഇങ്ങനൊരു ചടങ്ങ് ഈ ഭൂലോകത്ത് ഒരിടത്ത് ഞാൻ കേട്ടിട്ട് പോലുമില്ല. മോൻ സംശയിക്കണ്ട, ഇങ്ങനൊരു ചടങ്ങുണ്ട്. ഇതിന് ഒരടിസ്ഥാനമേ ഉള്ളൂ, സ്നേഹം, പരസ്പര സ്നേഹം. നിങ്ങൾ വൈഫും ഹസ്ബൻഡും ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കണം, അത്രയേ ഉള്ളൂ. ഇതോടെ കഴിഞ്ഞോ ചടങ്ങല്ല? ഇനി എനിക്ക് പോകാമോ? അയ്യോ, പറ്റില്ല. പ്രധാന ചടങ്ങ് ഇനിയുള്ളതാണ്. അചലതേ, നിങ്ങൾ എന്നാ പെട്ടെന്ന് ഇന്ന് അതൊന്ന് റെഡിയാക്കും. മോളും കൂടെ ചെല്ലും. ചെല്ലേ. മോന് ഇവിടെ ഇപ്പൊ ഈ നടന്ന ഈ ചടങ്ങുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ അഭിമാനം രക്ഷിക്കാൻ മോൻ ഞങ്ങളോട് സഹകരിക്കണം. ഇത് ഈ അച്ഛന്റെ അപേക്ഷയാണ്. നോ സുധാകരൻ നായരെ, എന്റെ മകൻ നിങ്ങളുടെ മരുമകനാ. നിങ്ങൾ പറയുന്നത് അവൻ അനുസരിച്ചേ പറ്റൂ. വാ മോനെ.
നടക്കും മോനെ. വാ വാ. കാല് കഴുകി പൂജ ചെയ്ത് മരുമകന് ഭക്ഷണം നൽകണം. അതാ ചടങ്ങ്. അതിന് ഇത്രയും വലിയ വാഴയില്ലേ? ആഹാരം കഴിക്കാൻ മര്യാദക്കുള്ള പോരെ? ബേട്ടാ, നോ ക്വസ്റ്റ്യൻ. ഇതെല്ലാം നീ അനുസരിച്ചേ പറ്റൂ. ഇത് ഈ ഫാമിലിയുടെ മുഴുവൻ ഹാപ്പിക്കാ. ഇരിക്കും മോനെ. ഇരിക്ക്. ഇനി വേറെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്രോമിസ്. ഈ നാട്ടിലെ രീതികളാ ഇതൊക്കെ. ഒരു മരുമകന് കൊടുക്കുന്ന റെസ്പെക്ട് എങ്ങനെയാ കാണിക്കുന്നത്? ആശാരത്തെ വിളപ്പിക്കോളൂ. കഴിക്ക്. ഇത് പണ്ട് ഏകചക്രയിൽ ഭീമൻ ഘടോൽക്കജന് ഭക്ഷണം കൊണ്ടുപോയ വണ്ടി പോലെയുണ്ട്. അത് ഇത്ര ആഹാരം ഒരാൾക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന അതിനേക്കാൾ വലിയ പാവമാണ്. നിങ്ങൾക്ക് പറ്റണ്ടേക്കേ, കഴിക്ക്. നോ. കഴിക്കട കണ്ണ. ഇത് ഞാൻ കഴിക്കില്ല. ഭക്ഷണം തന്നെ കൊല്ലാനുള്ള പരിപാടിയാ. നീ കഴിക്കുന്നോ അതോ ഞാൻ ഇവിടുന്ന് പോണോ? അമ്മേ, കഴിക്ക്. മോന് വേണ്ടി സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഇതെല്ലാം ദയവ് ഇതെല്ലാം കഴിക്കണം. എന്റെ കൃഷ്ണ, ഒന്നും വിചാരിക്കാതെ കഴിച്ചോളൂ ഡീക്കേ. കഴിക്ക്. കഴിക്കേട്ടാ. ഇതെല്ലാം മോനാ.
വെള്ളം. ഇപ്പൊ കൊണ്ടുവരാം, ഇപ്പൊ വരാം. കുറച്ചുകൂടെ കഴിക്കാം, കുറച്ചുകൂടെ കഴിക്കാം. ഇതെടുത്ത് കഴിക്കാം. മതി മതി മതി. അത് പറ്റില്ല, ഇപ്പൊ എന്തേലും വെച്ചു പോയില്ലേ, കഴിക്കും. വെള്ളം കുടിക്ക കുടിക്ക. ഈ വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ടോ കഴിക്കാൻ പറ്റാത്ത? അതെല്ലാം എടുത്ത് കഴിക്കും. മതി മതി. അയ്യോ ഇരിക്കും, കഴിക്കണ്ടേ? കഴിക്കേട്ടാ. കുറച്ചുകൂടെ കൊടുക്ക്. ആന്റി മതി. കഴിക്കുന്നേ, കഴിക്കണ കണ്ണ. കഴിക്കും മോനെ, കഴിക്കേ. അയ്യോ ബാലു തിരിച്ചെത്തിയതോടെ ചിത്രയ്ക്ക് സന്തോഷമായി. ഇനി അവളുടെ പരാതി കേൾക്കണ്ടല്ലോ. എവിടെ രണ്ടാളും? ഇതുവരെ പരാതിയും പരിഭവവും പറഞ്ഞു തീർന്നിട്ടില്ല. എന്തായാലും ബാലുവിന്റെ വരവ് നമ്മൾ ആഘോഷിക്കണം. അല്ല മായച്ചേ, ഗോകുൽ എവിടെ? ഇവിടെങ്ങും കാണുന്നില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫാ. സത്യം പറ ശ്രീയേട്ടാ, ഗോകുൽ എങ്ങോട്ടാ പോയത്? നേരത്തെ രണ്ടുപേരും കൂടെ മാറി നിന്ന് കുശു കുശുന്ന് എന്തോ രഹസ്യം പറയുന്നുണ്ടായിരുന്നല്ലോ. ഗോകുൽ എവിടെ പോയി? കിട്ടിയോ? പിന്നെ കിട്ടാതെ. ഏയ് ഡൺ. ഇന്നത്തെ പാർട്ടിക്ക് ഇവൻ തന്നെ സൂപ്പർ. ഇത് പൊളിക്കും. അത് ശരി. അപ്പൊ ഇതായിരുന്നു കള്ളന്മാരുടെ പരിപാടി അല്ലേ? എന്നോട് പറയാതെ മുങ്ങിയപ്പോഴേ എനിക്ക് തോന്നി എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ദേ മര്യാദക്ക് വേണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. ഓ അത്രേ ഉള്ളേ. എനിക്കിതിന്റെ നാറ്റം പോലും സഹിക്കാൻ പറ്റില്ല. ദേ ഓവറായിട്ടെങ്ങനെ കഴിച്ചാലേ ഞാൻ ആ മുറിയിൽ കേറ്റില്ല, പറഞ്ഞേക്കാം. മടി, നമുക്ക് അവരെ വിളിച്ചിട്ട് വരാം. അവനെവിടെ? ഇപ്പൊ വരും.
അപ്പൊ കേക്ക് മുറിച്ച് നമുക്ക് ഈ സന്തോഷം ആഘോഷിക്കാം. ഓക്കേ, അത് ശരി. അപ്പോ നിങ്ങൾ കാര്യമായിട്ടാണല്ലേ? ആയിക്കോട്ടെ. അങ്ങോട്ട് ചെല്ലേ. മുഖത്തെ നാണം കണ്ടില്ലേ? പരിഭവം മുഴുവൻ പറഞ്ഞു തീർത്തോ? ആ അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. വാ. ദാ. വാ. ആ ആ ആ എന്തു പറ്റി? തിമിംഗലത്തെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പോലെ ഉണ്ടല്ലോ. ഇടി ഇങ്ങനെയാണോ ഫുഡ് തന്ന് സൽക്കരിക്കുന്നത്? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. എന്നെ ഫുഡ് തന്ന് കൊല്ലാനാണോ നിന്റെയും നിന്റെ വീട്ടുകാരുടെയും പരിപാടി? ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ലല്ലോ ദൈവമേ. ഹലോ ഹലോ ഹലോ, വീട്ടുകാര് ഇല നിറച്ചങ്ങ് വിളമ്പും. പക്ഷേ അവനവന്റെ വയറ് മനസ്സിലാക്കിയേ കഴിക്കാവൂ. എല്ലാരോടും വട്ടം ചേർന്ന് നിന്ന് നിർബന്ധിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? വയറാകെ മുറുകി പൊട്ടിപ്പോകും പോലെ. ഓ